മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ പണ്ട് കാലം തൊട്ട് ഉപയോഗിച്ച് വരുന്ന ഔഷധമാണ് അല്ലേ രക്തചന്ദനം. ഈ പ്ലാന്റിൻ്റെ യൂസ്ഫുൾ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹാർട്ട് വുഡാണ്. ഞാൻ എൻ്റെ ചില ഫോർമുലേഷൻസിൽ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. എൻ്റെ ചില വീഡിയോസിൽ ഞാൻ സിംഗിൾ ഡ്രഗ് ആയിട്ട് സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സിനെ പറ്റി ഞാൻ ഇടയ്ക്കിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അതിൽ ഒന്ന് കസ്തൂരിമഞ്ഞളും രണ്ടാമത്തത് രക്തചന്ദനവുമാണ്. തികച്ചും വെരി ഒറിജിനൽ ആയിട്ടുള്ള പൗഡറാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. വെരി ഫൈൻ പൗഡറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിട്ട് സ്കിന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഡാമേജ് ആവുക ചെയ്യില്ല. അതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഇത് ഏത് മീഡിയത്തിലാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കിൻ ടൈപ്പ് ആണ്. നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പാലിലോ തേനിലോ റോസ് വാട്ടറിലോ ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിൻ ഉള്ളവർക്ക് നോർമൽ പ്ലെയിൻ വാട്ടറിലോ റോസ് വാട്ടറിലോ അപ്ലൈ ചെയ്തിട്ട് അത് ഒരു 30 മിനിറ്റ്സ് റിറ്റെയിൻ ചെയ്യുക, എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഇതിൻ്റെ ഉപയോഗം മെയിൻലി ഫേസിൽ ഉണ്ടാകുന്ന ഓയിലിനെസ് അഥവാ എണ്ണമയം കുറയ്ക്കാനും കരിവാളിപ്പ്, കറുത്ത പാടുകൾ, മുഖക്കുരു എന്നിവ റെഡ്യൂസ് ചെയ്ത് സ്കിന്ന് യങ് ആൻഡ് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് ദ തിങ് ഈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. സ്കിൻ കെയർ നമുക്ക് പെട്ടെന്ന് 1 or 2 വീക്സ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും നമ്മുടെ ഫേസിൽ നമുക്ക് ലഭ്യമാവും.